അസ്സലാമു അലൈക്കും. പ്രപഞ്ചോൽപത്തി മുതൽ അറിയപ്പെട്ട ഒരു പ്രദേശമാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. ആദം നബിയും ഹവ്വയും ആദ്യത്തെ രണ്ട് മനുഷ്യർ, അതിൽ ഹവ്വ ഇറങ്ങിയ പ്രദേശമാണ് ജിദ്ദ എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് വല്യുമ്മ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം പോലും. അത്രത്തോളം പഴക്കമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ 25 മിനിറ്റ് വളരെ കുറവാണ്. വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പ്രദേശം യഥാർത്ഥത്തിൽ വെസ്റ്റ് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്നാണ് പൂർണ്ണമായി വിളിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ യൂറോപ്യന്മാർ അതിനെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്ന് വിളിക്കും. വന അല്ലെങ്കിൽ മെന എന്നോ ആണ് ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ ആ പ്രദേശം അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യ, നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ, ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങൾ ഒന്നുകിൽ അത് ഭീകരവാദത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗത്തിൻ്റെയൊക്കെയോ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ആ പ്രദേശങ്ങളെക്കുറിച്ചുള്ളത്. 2006 ജാക്ക് ഷഹീൻ എന്ന് പറയുന്ന ഒരു സ്കോളർ അദ്ദേഹത്തിൻ്റെ റിയൽ ബാഡ് അറബ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററിയും അത് ഇറക്കിയിരുന്നു. ആ ബുക്കിൽ എങ്ങനെയാണ് അറബ് ലോകത്തെക്കുറിച്ച് യൂറോപ്യൻ പോപ്പുലർ കൾച്ചറുകളിൽ, സിനിമകളിൽ, ഹോളിവുഡ് മൂവികളിലും മറ്റും ലിറ്ററേച്ചറിലുമെല്ലാം ഈ പ്രദേശം അറിയപ്പെടുന്നതെന്ന് അദ്ദേഹം അവലോകനം ചെയ്യുന്നുണ്ട്. പ്രധാനമായും 3 ഇമേജുകളാണുള്ളത്. ഒന്ന്, ധനികനായ, ബില്യണറായ, വളരെ ടോക്സിക്കായ, വളരെ അഹങ്കാരിയായ ഒരു അറബ് ഇമേജാണുള്ളത്. രണ്ടാമത്, ബെല്ലി ഡാൻസർ എന്ന നിലയിലോ അല്ലെങ്കിൽ വളരെ സപ്രസ്ഡായ, ഡിപ്രസ്ഡായ, മാർജിനലൈസ്ഡായ ഒരു സ്ത്രീയുടെ ഇമേജാണ് ഉള്ളത്. മൂന്നാമത്, ഭീകരവാദത്തിൻ്റെ, കാരണം മുസ്ലിം എന്നാൽ ഭീകരവാദത്തിൻ്റെ മെറ്റഫറായി മാറിയ ഒരു ലോകവും കൂടാണ്. അത് ഇന്ന് പോലും നമുക്ക് ഒരു ഭീകരവാദിയെ നമ്മുടെ കേരളത്തിൽ പോലും ഏതെങ്കിലും ഒരു കലാലയ പരിപാടികൾ ചിത്രീകരിക്കണമെങ്കിൽ ഫലസ്തീനി കഫിയ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. കഫിയ എന്നത്, ഫലസ്തീനികളുടെ ആ ഷാൾ എന്നത് പ്രതിരോധത്തിൻ്റെ, അവരുടെ റെസീലിയൻസിൻ്റെ, ഒരിക്കലും കീഴടങ്ങാത്ത മനോഭാവത്തിൻ്റെ അടയാളമായ ഫലസ്തീനിയൻ കഫിയ ഇന്ന് നമ്മുടെ സ്വന്തം കേരളത്തിൽ കലാലയ പരിപാടികളിൽ തീവ്രവാദത്തിൻ്റെ അടയാളമായി പോലും മാറിയിരിക്കുന്നു. ആ ഒരു ഇമേജ് പോലും ഉണ്ടാക്കപ്പെട്ടതും അല്ലെങ്കിൽ ആ ഇമേജിനെ ഇങ്ങോട്ട് കേരളത്തിലേക്കും നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലേക്കും പറിച്ചു നടുന്നതും അതിന് പ്രത്യേക താല്പര്യമുള്ളവരാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള വിഷയം അവതരിപ്പിക്കുന്നത്. അറബ് ലോകത്തെക്കുറിച്ചുള്ള പൊതുവായൊരു കാഴ്ചപ്പാട് ധനമുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ മനുഷ്യകുലത്തിലെ സ്ത്രീകളെ സപ്രസ് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. മറ്റൊന്ന്, തീവ്രവാദത്തിൻ്റെ ഒരു എപ്പിസെൻ്ററായി ചിത്രീകരിക്കപ്പെടുന്നു. ഇതുതന്നെയാണ് ജാക്ക് ഷഹീൻ അദ്ദേഹത്തിൻ്റെ റിയൽ ബാഡ് അറബ്സ് എന്ന് പറയുന്ന കൃതിയിൽ അവലോകനം ചെയ്യുന്നത്. എത്രത്തോളമാണ് ഓറിയൻ്റലിസ്റ്റ് രചനകൾ, യൂറോപ്യന്മാർ, അവരുടെ ബുദ്ധിജീവികൾ അറബ് മുസ്ലിം ലോകത്തെ ഈ തരത്തിൽ ചിത്രീകരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ വിശദമായി കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ഈ വിഷയത്തിൽ നിങ്ങൾ അനിവാര്യമായും വായിക്കേണ്ട, പഠിക്കേണ്ട ഒരാളാണ് എഡ്വേർഡ് സയ്യിദ്. അദ്ദേഹത്തിൻ്റെ ഓറിയൻ്റലിസം എന്ന് പറയുന്ന രചനയും അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന മറ്റൊരു രചനയും ഈ ഒരു വിഷയത്തിൽ അറബ് മുസ്ലിം ലോകത്തെ, അറബ് മുഴുവൻ നാടുകളെയും അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്ന പ്രദേശത്തെ എത്രത്തോളം യൂറോപ്യൻ്റെ, ഓറിയൻ്റലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ അധിനിവേശ ശക്തികളുടെ കാഴ്ചപ്പാടിലൂടെ ഈ പ്രദേശത്തെ ചിത്രീകരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നത്. ഈ ഒരു ധാരണ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത്. വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഏകദേശം 20-ലധികം രാഷ്ട്രങ്ങളുള്ള, 22-ലോ അധികം രാഷ്ട്രങ്ങളുള്ള ഒരു വലിയ പ്രദേശമാണ്. അവിടെ പ്രധാനമായും 3 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും അറബി പ്രധാന ഭാഷയാണ്. അതിലൊന്ന് തുർക്കിയാണ്, മറ്റൊന്ന് ഇസ്രായേലാണ്, മൂന്നാമത് ഇറാനാണ്. ഇറാനിൽ പേർഷ്യൻ ഭാഷയും തുർക്കിയിൽ തുർക്കിഷ് ഭാഷ നാഷണലൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ, അവർ ഫലസ്തീനികളും അറബ് ഇസ്രായേലുകളും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഹീബ്രു ഭാഷയാണ് പ്രധാനമായും നാഷണലൈസ് ചെയ്തിരിക്കുന്നത്. ഈ 3 പ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏറെക്കുറെ എല്ലാ രാഷ്ട്രങ്ങളും
അറബ് ഭാഷയോ അറബ് കൾച്ചറിനോ അതിനോടോ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. മറ്റൊന്ന്, നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ഇവിടെയുള്ള ഇന്ത്യയിൽ തന്നെയുള്ള അക്കാദമിക് സ്കോളേഴ്സിന് പോലും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദപ്രയോഗം അത് ഒരു കൊളോണിയൽ കൊണോട്ടേഷനുള്ള ഒരു യൂറോപ്യൻ്റെ കണ്ണിലൂടെ ആ പ്രദേശത്തെ കാണുന്ന പദപ്രയോഗമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി പ്രകാരം നമുക്ക് വെസ്റ്റ് ഏഷ്യ തന്നെയാണ്, നമുക്ക് പടിഞ്ഞാറുള്ള പ്രദേശമാണ്, അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ജിയോഗ്രഫിക്കലിയും അതാണ് നമ്മുടെ ഒരു ഐഡിയ, ഒരു ആശയം എന്ന നിലയിലും പൊളിറ്റിക്കലായും കറക്റ്റായ പദപ്രയോഗം അത് വെസ്റ്റ് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിന് പ്രപഞ്ചോൽപത്തി മുതൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ചരിത്രപ്രധാനമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ അതിൻ്റെ ഒരു ചരിത്രത്തെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അത് സെമിറ്റിക് മതങ്ങളുടെ ഒരു കേന്ദ്രമെന്ന നിലയിലും അതിനു മുമ്പ് മെസപ്പൊട്ടോമിയ, അസീരിയൻ, ബാബിലോണിയൻ, അക്കാദിയൻ, സുമീരിയൻ, പിന്നീട് സാസാനിയൻ, അതിനുശേഷം ഇടക്കാലത്ത് റോമൻ സാമ്രാജ്യത്തിലേക്കും സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നു. ഈ സാസാനി രാജവംശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഈ പ്രവാചകൻ മുഹമ്മദ് അവിടെ വരികയും അതിനോടനുബന്ധിച്ച് ഖിലഫാഉർ റാഷിദയുടെ അധികാര വ്യാപനം ഉണ്ടാവുകയും ഇറാനി പ്രദേശത്തുണ്ടായിരുന്ന പ്രമുഖ ശക്തിയായിരുന്ന സാസാനി ഭരണകൂടത്തെ പരാജയപ്പെടുത്ത് അവിടെ ഹസ്രത്ത് ഉമറിൻ്റെ കാലത്ത് ആ പ്രദേശം കൂടി പിടിച്ചടക്കുന്നതുമെല്ലാം 636-641 കാലഘട്ടത്തിലാണ്. ഈ പ്രദേശമാവുന്നതോടും ഒരു കാലത്ത് പേർഷ്യൻ, പാഴ്സി ലോകമായിരുന്ന ഇറാൻ, ഇറാഖ് ഭാഗം കുറച്ചും കൂടി അറബൈസ് ആവുന്ന ഒരു ലോകത്തേക്ക് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ്, ഉമറിൻ്റെ കാലത്ത് തന്നെയാണ് ഫലസ്തീൻ ഷാം പ്രദേശത്തേക്ക്, ഷാം എന്നത് ഇന്നും അറബിയിൽ ഷാം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്, ലബനാൻ, ഫലസ്തീൻ, ജോർദാൻ, സിറിയ എന്നറിയപ്പെടുന്ന 4 പ്രദേശത്തെയാണ്, 4 ഇന്നത്തെ രാജ്യങ്ങളെയാണ് ഷാം എന്ന രീതിയിൽ അറബ് വിളിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ കീഴടക്കലും ഉണ്ടാകുന്നത് ഹസ്രത്ത് ഉമറിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ 40-42 തന്നെയാണ് ആ പ്രദേശവും കീഴടക്കപ്പെടുന്നത്. അതോടുകൂടി റോമൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാം പ്രദേശവും സാസാനി സാമ്രാജ്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇറാൻ, ഇറാഖ് പ്രദേശവും അതുപോലെ തന്നെ ഗസാൻ രാജകുടുംബം യമൻ ഭാഗത്തുണ്ടായിരുന്ന അവരുടെയും ചുറ്റുപാടും സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ നിന്ന് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്കും കാബൂളിലേക്കും തുർക്കിയുടെ ചില ഭാഗങ്ങളടക്കമുള്ള ഭാഗങ്ങൾ ഖുലഫാഉർ റാഷിദയുടെ കാലത്ത് തന്നെ പിടിച്ചെടുക്കപ്പെടുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം അറബ് അവിടുത്തെ ഒരു ഔദ്യോഗിക ഭാഷയായി മാറുന്നു. വേദഭാഷയായ അറബ് ആ നാടിൻ്റെ ഭാഷയായി മാറുന്നു. പിന്നീട് ഉസ്ബക്ക്, കിർഗിസ് അടക്കമുള്ള വിവിധ സെൻട്രൽ ഏഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ തന്നെ ഔദ്യോഗിക ഭാഷയായി അറബ് മാറുന്നതും കാണാം. ആലോചിച്ച് നോക്കുക, ഹദീസ് കളക്ഷൻ്റെ ചരിത്രത്തിൽ ഒട്ടുമിക്ക പണ്ഡിതന്മാരും അത് നോൺ അറബ്സുകളാണ്. അത് ഇമാം ബുഖാരി അടക്കമുള്ള നിസാഇ, തിർമിദി അടക്കമുള്ള എല്ലാവരും, തിയോളജിക്കൽ ഗ്രൂപ്പിലായ അബൂ മൻസൂർ മാതുരീദി അടക്കമുള്ളവരും ഇമാം ഗസാലി അടക്കമുള്ള ആൾക്കാരൊക്കെയും നോൺ അറബുകളാണ്. പക്ഷെ അവരുടെ ഔദ്യോഗിക ഭാഷയായി അറബ് മാറുന്നതും അവരവരുടെ പ്രദേശങ്ങളിൽ പൊളിറ്റിക്കലി ഇൻസ്പയർഡ് ആവുന്ന ഏറ്റവും വലിയ ശക്തികളായി മാറുന്നത് നമുക്ക് കാണാം. ഇതിനൊക്കെയും കണക്ട് ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയമാണ്. അതിനു മുമ്പ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെയും കൂടി നമ്മൾ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒരു വിഭാഗം എന്ന നിലയിൽ പ്രോഫറ്റ് മുഹമ്മദ് വരുന്നതിന് മുമ്പ് തന്നെ കനാനിറ്റി എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശവും ഫിലിസ്തീൻ എന്ന് പറയുന്ന ഭാഗങ്ങളുമെല്ലാം ഇന്നത്തെ ഫലസ്തീൻ, കനാൻ പ്രദേശങ്ങളിൽ മുമ്പേ ഉണ്ടായിരുന്നു. അത് പ്രോഫറ്റ് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അതിന് മുമ്പേ തുടങ്ങുന്നുണ്ട്. ഊർ പ്രദേശത്ത്, മെസപ്പൊട്ടോമിയയിലെ ഊർ പ്രദേശത്ത് ജനിക്കുന്ന പ്രോഫറ്റ് ഇബ്രാഹിം പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരയിലെ രണ്ടാമനായ യാക്കൂബ് പ്രവാചകൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കൂബിൻ്റെ മക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടുന്നാണ് പിന്നീട് ഇസ്രായേലി ചരിത്രത്തിൻ്റെ വർത്തമാനം തുടങ്ങുന്നത്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇന്നത്തെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വാദമാണ് പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, വാഗ്ദത്ത ഭൂമി. അതായത് കർത്താവ് യഹോവ ഇസ്രായേലി വംശർക്ക് വാഗ്ദാനം നൽകിയതാണ് ഫലസ്തീൻ എന്ന് പറയുന്ന വാദത്തിൻ്റെ പേരാണ് 1948 അവർ ഇസ്രായേൽ
രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴും പരിധികളില്ലാതെ, അതിർത്തികളില്ലാതെ ചുറ്റുപാടുള്ള പ്രദേശം പിടിച്ചെടുക്കാനുള്ള ശ്രമം പോലും നടത്തുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ബൈബിളിൽ അല്ലെങ്കിൽ തൗറാത്തിൽ അവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്ന ഏകദേശം 3000-4000 വർഷം പഴക്കമുള്ള ഒരു വാദത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ പ്രദേശങ്ങളിലെ പാവങ്ങളായ മനുഷ്യന്മാരെ അടിച്ചൊടുക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഈ ഇസ്രായേലി കുടുംബത്തിൽ തന്നെ ജനിക്കുന്ന ആളാണ് ഈസ അലൈഹി സ്വലാം, ഹസ്രത്ത് ഈസ, ജീസസ്. അദ്ദേഹവും യഹൂദനായിരുന്നു. പക്ഷേ യഹൂദ പൗരോഹിത്യന്മാരുമായും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ബാക്കി സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്നാണ് പിൽക്കാലത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിൽ മിഷണറി മതമായി പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി മാറുമ്പോൾ യഹൂദർ ഒരു റേസിൽ മാത്രം ഒതുങ്ങുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം യഹൂദർ മിഷണറി മതമല്ല എന്നല്ല. പിൽക്കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യഹൂദർ നാട് കടത്തപ്പെട്ടു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 സയോണിസമുകളുണ്ട്. അതിലൊന്ന് പൊളിറ്റിക്കൽ സയോണിസം, യഹൂദന്മാർക്കിടയിൽ രൂപപ്പെട്ട സയോണിസം. രണ്ടാമത് ക്രിസ്ത്യൻ സയോണിസം, ക്രിസ്ത്യൻ വിഭാഗത്തിൽ രൂപപ്പെട്ട സയോണിസം. ഈ ക്രിസ്ത്യൻ സയോണിസത്തിൻ്റെ ഭാഗമായി യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാർ നാട് കടത്തപ്പെട്ടു, കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അവരൊക്കെയും അതിന് പറഞ്ഞ പ്രധാന കാരണം ജീസസിൻ്റെ കുരിശാരോഹണത്തിന് പ്രധാന കാരണക്കാർ യഹൂദരായിരുന്നു എന്നതായിരുന്നു. കാരണം അവർ കുരിശാരോഹണം വിശ്വസിക്കുന്ന വിഭാഗമായതുകൊണ്ട് ജീസസിൻ്റെ ആരോഹണത്തിന് പ്രധാന കാരണം യഹൂദന്മാരായിരുന്നു എന്നതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യഹൂദർ നാട് കടത്തപ്പെട്ടു. നമ്മൾ ഇന്ന് സ്വന്തം കേരളത്തിൽ പോലും കൊച്ചി അടക്കമുള്ള ഭാഗങ്ങളും ഇപ്പോഴും യഹൂദരുണ്ട്. ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അവർ തന്നെ ചില റിപ്പോർട്ടുകൾ കാണാം, പഠനങ്ങൾ കാണാം, അവർ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ യഹൂദരെ ശപിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നതെന്ന് ചില രേഖകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. കാരണം യഹൂദ ഫോബിയ ക്രിസ്ത്യൻ സമൂഹത്തിൽ ശക്തമായിരുന്നു. അത് ജീസസിൻ്റെ കുരിശാരോഹണവുമായി ബന്ധപ്പെട്ടാണ്. അത് ഇപ്പോൾ വികസിക്കുകയും നിലവിലത് ക്രിസ്ത്യൻ സയോണിസം എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്തു. അത് അമേരിക്കൻ, യൂറോപ്യൻ നാടുകൾ ശക്തമാണ്. അവർ ഒരേ സമയം തന്നെ യഹൂദരെ വെറുക്കുകയും അതേ സമയം തന്നെ യഹൂദരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതായത് യഹൂദർ ഫലസ്തീനിൽ ഉണ്ടാവണം, കാരണം ജീസസ് തിരിച്ചു വരുമ്പോൾ ഈ യഹൂദരെ ഇല്ലാതാക്കണമെങ്കിൽ യഹൂദർ ഇന്ന് അവിടെ വേണം എന്നൊരു കാഴ്ചപ്പാടാണ് ക്രിസ്ത്യൻ സയോണിസം പറയണത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് യഹൂദരെ സഹായിക്കുന്ന രീതിയിലാണ് ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകളും ക്രിസ്ത്യൻ മതമൗലികവാദികളും യഹൂദരെ സഹായിക്കുന്നതും തിയോളജിക്കലായി അവർ വിശദീകരിക്കുന്നത്. ഇത് അവർക്കിടയിൽ രൂപപ്പെട്ട ഒരു പ്രധാന ഭാഗമാണ്. ഇതിന് ശേഷമാണ് നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ പ്രൊഫറ്റ് മുഹമ്മദ് നബി, അദ്ദേഹം മക്കയിൽ ജനിക്കുകയും പിന്നീട് പ്രവാചകനായി മാറുകയും ചെയ്യുന്ന കഥ. ആ പ്രവാചകത്വം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളും, അതായത് കിസ്രയുടെ പട്ടും വളയും മുസ്ലിങ്ങൾ ഏറുമെന്ന് പറയുന്ന പ്രവാചകത്വം, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവചനം, ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇന്ത്യ സിന്ധ് മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. അതിന് ചില ആൾക്കാർ അത് ഹദീസ് ശരിയല്ല എന്നൊക്കെ രീതിയിലുള്ള അവലോകനങ്ങളും കാണാം. പക്ഷെ ചില പണ്ഡിതന്മാർ ആ റിപ്പോർട്ട് ശരിയാണെന്നും അത് നടന്നു കഴിഞ്ഞു എന്നും പറയുന്ന ചില അവലോകനങ്ങളും കൂടിയിട്ടുണ്ട്. അതായത് 711-12 കാലങ്ങളിൽ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ഒരു ഉമയ്യ ഭരണാധികാരിയുടെ ജനറൽ, അദ്ദേഹം സിന്ധ് ഭാഗത്തേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ഒരു കിങ് ദാഹിർ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാജാവിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കടൽ കൊള്ളക്കാർ മുസ്ലിങ്ങളായ ഹജ്ജാജിമാരെ പിടിച്ചു വെക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ബിൻ ഖാസിം 711 ഇന്ത്യയിലേക്ക് വരുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സൈനിക സാന്നിധ്യമായിട്ട് ആദ്യം എണ്ണുന്നത് അതാണ്. അതിനു മുമ്പ് ഉമറിൻ്റെ കാലത്ത് ചെറിയൊരു ബോംബെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ഒരു സൈനിക നടപടി ഉണ്ടായതായി ചില റിപ്പോർട്ടുകൾ കാണാം. ഖാലിദ് അൻസാരിയുടെ രചനകളിൽ അത് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത് ഹസരത്ത് ഉമർ അംഗീകരിച്ചിരുന്നില്ല എന്നതും കാണാം. പക്ഷേ ഒരു വിജയകരമായ സൈനിക നടപടി ഉണ്ടാവുന്നത് അത് സിന്ധിലേക്കാവുകയും അവിടെയുള്ള കൊള്ളക്കാരെ മാറ്റുകയും അധികാരം പിടിച്ചെടുക്കുകയും 712 മുതൽ പിന്നീട്
സിന്ധ് എന്ന് പറയുന്ന പ്രദേശം അവസാനം വരെയും ഉമവികളുടെയും അബ്ബാസികളുടെയും പ്രധാന ഗവർണറേറ്റായി മാറുകയും ചെയ്ത ചരിത്രമുണ്ട്. അതായത് മുസ്ലിങ്ങളുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കുള്ള സൈനികമായ സാന്നിധ്യം, ഒരു അധികാരം ഉറപ്പിക്കൽ സംഭവിക്കുന്നത് അത് ആദ്യകാലത്ത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു ലോക ഭൂപടത്തിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബ് എന്നത് മറ്റുള്ള ഭാഗങ്ങളിലേക്കും സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളിലേക്കും സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്കും പടർന്നു പോകുന്നത് കാണാം. അവിടെയൊക്കെയും അറബി ഭാഷ വരികയും അവിടെയൊക്കെയും അറബികളുടെ ഭരണം സംഭവിക്കുകയും ചെയ്യുന്നത് കാണാം. പിന്നീട് ഈ സിന്ധ് ഭാഗം പിന്നീട് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട 2 മുസ്ലിം എംപയറുകൾ ഉണ്ടാകുന്നു. 661 മുതൽ 750 വരെ ഉമയ്യ ഖിലാഫത്ത് എന്ന പേരിൽ ഭരിക്കുന്നത് കാണാം. പിന്നെ 750 മുതൽ 1258 വരെയുള്ള കാലഘട്ടം വരെ അബ്ബാസികൾ എന്ന് പറയുന്ന മറ്റൊരു ഭരണകൂടം ഉണ്ടാകുന്നത്. ഈ അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ് ഒട്ടുമിക്ക സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങൾ മുഴുവനും അറബി പേർഷ്യൻ അധികാരികളുടെ കയ്യിലേക്ക് വരുന്നത്. ഈ കാലഘട്ടം കഴിയുന്നു. ഈ കാലഘട്ടത്തിലേക്ക് പ്രത്യേകത നമ്മൾ ആദ്യം എന്തുകൊണ്ട് ഞാൻ ചരിത്രം പറയുന്നത് വെച്ചാൽ, ഈ ഉണ്ടാകുന്ന ചരിത്ര നിമിഷങ്ങളൊക്കെ ഇന്നത്തെ സമകാലിക സംഭവവികാസങ്ങളിൽ പ്രധാന റോൾ വഹിക്കുന്നു എന്നതുകൊണ്ടാണ്. ഈ പറഞ്ഞ പ്രധാനങ്ങളിലേക്കൊക്കെ ഇസ്ലാം എത്താനും അവിടെയൊക്കെ അറബി ഭാഷ പ്രധാന ഭാഷയായോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഭാഷയായി മാറുവാനൊക്കെ കാരണം ആദ്യകാലത്ത് നടന്ന സൈനിക പര്യടനങ്ങളുടെ ഫലമായിട്ടാണ്. അതിനുശേഷം പിന്നീട് ഒരു ക്രുസേഡ് വാറുകളുടെ ചരിത്രമാണ്. 11-ാം നൂറ്റാണ്ട് മുതൽ അറബ് മുസ്ലിം ലോകത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുകുലുക്കിയ സംഭവം കുരിശുയുദ്ധക്കാലമാണ്. ഫലസ്തീനാണ് അവരുടെ പ്രധാന ലക്ഷ്യമായിരുന്നത്. എന്തുകൊണ്ടാണ് ഇന്നും ഫലസ്തീൻ അറബ് ലോകത്തിൻ്റെ വിഷയമായി വരുന്നത്? അത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ഫലസ്തീനികൾ കൊല ചെയ്യപ്പെടുന്ന ചരിത്രം ഏകദേശം കുരിശുദ്ധത്തിൻ്റെ കാലം മുതലേ ഉണ്ട്. അത് 10-ാം നൂറ്റാണ്ടിൻ്റെ കാലം മുതലേ 11-ാം നൂറ്റാണ്ട് കാലം മുതലേ നമുക്ക് കാണാം. അതുകൊണ്ടാണ് 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഹിത്തീൻ യുദ്ധത്തിൽ തിരിച്ച് പിടിച്ചടക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ ഭാഗം വരെയും ഫലസ്തീനികൾ എന്ന് പറയുന്നത് അറബ് മുസ്ലിം അധികാരികളുടെ കയ്യിലായിരുന്നു. ഈ ഒരു ചരിത്രം പിന്നീട് സംഭവിച്ചത് യൂറോപ്യന്മാരുടെ പ്രധാന ഫോക്കസായി മാറി. അതായത് ഫലസ്തീൻ പിടിച്ചടക്കുക, ഫലസ്തീന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അധിനിവേശം നടത്തുക എന്നത് ഈ ഒരു കുരിശ് യുദ്ധത്തിൻ്റെ തുടർച്ചയെ അവർ ചെയ്തു. കുരിശ് യുദ്ധം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം കൂടാണ്. വാസ്കോ ഡി ഗാമ 1498 കേരളത്തിലെത്തുന്നത് പോർച്ചുഗീസ് ഭാഗത്തു നിന്നാണ്. പോർച്ചുഗീസിൽ അവിടെ മുസ്ലിം അധികാരം ഇല്ലാതാവുന്നത് 1492-ലാണ്. 1492-ലാണ് മുസ്ലിം ഭരണം സ്പെയിനിൽ നിന്ന് ഇല്ലാതാവുന്നത്. അതിനുശേഷം അധികാരത്തിലേറുന്ന ഫെർഡിനാൻഡും ഇസബെല്ലയും രാജ്ഞിയുടെയും സഹായത്തോടുകൂടിയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് രാജാവിൻ്റെ സഹായത്തോടുകൂടിയാണ് വാസ്കോ ഡി ഗാമ എന്ന ഇസ്ലാമോഫോബിക്കായ ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇവിടെത്തി ആദ്യം കണ്ട ഹജ്ജാജിമാരുടെ കപ്പലുകൾ തീയിട്ട് നശിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും വസ്തുവകൾ കൊള്ളയടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരെ ആദ്യ രചന നടത്തിയത് ജനതി മഖ്ദൂം ഒന്നാമനാണ്. അദ്ദേഹം എഴുതിയ ഭാഷ അറബിയായിരുന്നു. തഹ്രീർ എന്ന പേരിലാണ് അദ്ദേഹം കിതാബ് എഴുതിയത്. ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം തഹ്രീർ യഹ്ലി മൻ അല അബദത്തി സുൽബാൻ. കുരിശ് യുദ്ധക്കാർക്കെതിരെയുള്ള വിശ്വാസികളായ ആൾക്കാർക്കുള്ള പ്രേരണ എന്നാണ് ആ കിതാബിന് പോലും അദ്ദേഹം പേര് കൊടുത്തത്. കേരളത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ, കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഭൂമിയിൽ കുരിശ് യുദ്ധക്കാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് മലയാളികളെ ആദ്യമായി അറിയിക്കുന്നത് അറബിക് ഭാഷയിലാണ്. എത്രത്തോളം അങ്ങ് യൂറോപ്പിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തെ കേരളത്തിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കുക. അതിന് ബോധിപ്പിക്കുന്നത് അറബി ഭാഷയിലും ജനതി മഖ്ദൂം ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ജനതി മഖ്ദൂം രണ്ടാമൻ ഡച്ചുകാരുടെ അധിനിവേശത്തെ കുറിച്ച് സംസാരിക്കുന്ന കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതും അറബി ഭാഷയിൽ തന്നെയാണ് എഴുതുന്നത്. ഒരു അധിനിവേശ വിരുദ്ധത അല്ലെങ്കിൽ തങ്ങളുടെ പ്രദേശത്തേക്കുള്ള കോമൺ ശത്രുവിനെ എതിർക്കുവാൻ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാർ അവരുപയോഗിക്കുന്ന ഭാഷ ലോക ഭാഷകളിലൊന്നായ അറബി ഭാഷ തന്നെയാണ്.
അത്രത്തോളം ആ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ ഒരു ഭാഷ തന്നെ അധിനിവേശ വിരുദ്ധതയുടെ പ്രധാന പ്രതീകമായി മാറുന്നു എന്നതും കൂടി നമ്മൾ ഈ വിഷയത്തെ കൂടെ ചേർത്ത് വായിക്കണം. പിന്നീടാണ് 15-ാം നൂറ്റാണ്ടിൽ തന്നെ ലോകതലത്തിൽ വലിയ മാറ്റമുണ്ടാവുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ വിജയം. സുൽത്താൻ മുഹമ്മദ് ഫാത്തി 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നു. 1300-കളിലാണ് ഉസ്മാനിയ ഖിലാഫത്ത് രൂപപ്പെടുന്നത്. അന്നത് ഖിലാഫത്തല്ല. നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിൽ തുർക്കിയും കൂടെ ഉണ്ടാവണം. അതിൽ അറബ് പ്രദേശത്തെയും കൂടി വലുതാക്കിക്കൊണ്ടാണല്ലോ ഉസ്മാനികൾ എന്ന് പറയുന്നത് ഖിലാഫത്തായി മാറുന്നത്. ഉസ്മാനികളുടെ ഒരു വളർച്ചയ്ക്ക് വിവിധ ഘട്ടങ്ങളാണ്. ഒരു മുനിസിപ്പൽ മേയർഷിപ്പ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു ബെയ്ലിക് എന്നായിരുന്നു ആദ്യഘട്ടം. പിന്നീട് അതൊരു സൽത്തനത്തായി മാറുന്നു. 1517 ശേഷമാണ് അത് ഖിലാഫത്ത് എന്നായി സലീം ഒന്നാമൻ പ്രഖ്യാപിക്കുന്നത്. അതിന് പ്രധാന കാരണം, അതായത് ഉസ്മാനികൾ ഖിലാഫത്ത് പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം അറബ് പ്രദേശങ്ങൾ അവരുടെ കീഴിലേക്ക് വരുന്നു, മക്കയും മദീനയും പിടിച്ചെടുക്കുന്നു എന്നതാണ്. കാരണം ഇസ്ലാമിൻ്റെ ഫിഖ്ഹി ചർച്ചകളിൽ ഒരാൾക്ക് ഖലീഫയാവണമെങ്കിൽ അയാൾ അഹ്ലു ബൈത്തിൽപ്പെടണം, ഖുറൈശിയാവണമെന്നാണ്. അയിമ്മത്തു മിൻ ഖുറൈശിൽ നിന്നുള്ള ലീഡറാവണമെന്ന് പറയുന്ന ഫിഖ്ഹി ചർച്ചയുണ്ട്. തുർക്കികൾ അറബികളല്ല, തുർക്കികൾ ഖുറൈശികളുമല്ല. പക്ഷേ തുർക്കികളായ അറബികളല്ലാത്ത ഉസ്മാനികളെ ഖിലാഫത്തിലേക്ക് എത്തിക്കുന്നത് അറബിയായ ഒരു സ്കോളറിൻ്റെ പണ്ഡിത സംഭാവനയാണ്. ഷേഖുൽ അക്ബർ ഇബ്നു അറബി എന്ന് പറയുന്ന ഒരു ദമസ്കസിൽ മരണമടഞ്ഞ തുനീഷ്യൻ ദമസ്കസിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു അറബിയായ സ്കോളറിൻ്റെ ചിന്തകളാണ് തുർക്കികളായ ഉസ്മാനികൾക്ക് ഖിലാഫത്ത് പ്രഖ്യാപിക്കാൻ സഹായിച്ചത്. അതായത് അറബി സ്കോളർ ഒരു നോൺ അറബായ ഒരു വിഭാഗത്തെ ഖിലാഫത്താക്കി മാറ്റുന്നു. അതിന് പ്രധാന കാരണമുണ്ട്. കാരണം സാധാരണ ഖലീഫ ആരാവണം? അത് റസൂലിൻ്റെ, അതായത് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ അനുയായി അല്ലെങ്കിൽ ആ ഒരു ഖുറൈശി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാവണമെന്നാണ് ഫിഖ്ഹി ചർച്ച. അതായത് ഖലീഫത്ത് റസൂലില്ല എന്നാണ് അതിന് അറബിയിൽ പറയുക. പക്ഷേ ഇബ്നു അറബി വിശദീകരിച്ചത് ഖലീഫത്തുള്ള, അള്ളാഹുവിൻ്റെ ഖലീഫ ആവുകയാണെങ്കിൽ അത് റസൂലിൻ്റെയും ഖലീഫയാവും, അങ്ങനെയാണെങ്കിൽ ആർക്കും ഖലീഫയാവാം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും ആ ഒരു വ്യാഖ്യാനം 1517 സുൽത്താൻ സലീം ഒന്നാമൻ ഏറ്റെടുക്കുകയും അങ്ങനെ നോൺ അറബായ ഒരു തുർക്കി ഒരു സൽത്തനത്ത് ഖിലാഫത്തായി പ്രഖ്യാപിക്കാൻ പോലും കാരണമാകും. ഞാൻ പറഞ്ഞു വന്നത് ഒരു അറബി സ്കോളറിൻ്റെ ചിന്തകൾ ഒരു നോൺ അറബായ ഒരു സൽത്തനത്തിനെ ഖിലാഫത്തായി പ്രഖ്യാപിക്കാനും പോലും കാരണമാകുന്ന ചരിത്രമുണ്ട്. അതിന് പ്രധാന കാരണം 517, 521 കാലങ്ങളിൽ ഈജിപ്തും ഹിജാസും അടക്കമുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതും കൂടിയിട്ടാണ്. അതോടുകൂടി അങ്ങ് ദൂരെ കിടക്കുന്ന തുർക്കികളായ ഒരു വിഭാഗം അറബ് സമൂഹത്തിൻ്റെ കൂടി അധികാരികളായി മാറുന്ന ചരിത്രവും കൂടെ നമുക്ക് ഈ സംഭവത്തോടുകൂടി കാണാം. ഇതാണ് അവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം. പിന്നത് 18-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ സമൂഹത്തിലുണ്ടാകുന്ന ഒരു വിപ്ലവമാണ് ഇന്ന് നമ്മൾ ഒരുപക്ഷെ വഹാബി മൂവ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ സലഫി മൂവ്മെൻ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന മൂവ്മെൻറ്റിൻ്റെ ഒരു ഉദയം. അത് ദരിയൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഒരു ലോക്കൽ അമീറാണ് മുഹമ്മദ് ബിൻ സൗദ്. അദ്ദേഹത്തെ വന്ന് കാണുന്ന ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്നൊരു പണ്ഡിതൻ. അവർ തമ്മിലുണ്ടാകുന്ന 1744 നടക്കുന്ന ഒരു പാക്റ്റ്. അതായത് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നു, എൻ്റെ ദഅവത്തും എൻ്റെ പ്രബോധനവും ഈ മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറയുന്ന ലോക്കൽ അമീറിൻ്റെ ജിഹാദും. അങ്ങനെ അവർ തമ്മിലുള്ളൊരു പാക്റ്റ് ഉണ്ടാകുന്നതോട് കൂടിയിട്ടാണ് അതാണ് ആധുനിക സൗദിയുടെ ആദ്യ ഉദയം ഉണ്ടാകുന്നത്. സൗദി അറേബ്യ രൂപപ്പെടുന്നത് 1744. സൗദി അറേബ്യ പലവട്ടം 3 ഘട്ടങ്ങളായി പിന്നീട് വളരുന്നത് കാണാം. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇന്നത്തെ അറബ് ലോകത്തിന് ഏറ്റവും മതപരമായ തരത്തിൽ വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയ ഒരു കളർ നൽകുന്നതിൽ സൗദി അറേബ്യയുടെ വളർച്ചയ്ക്ക് പ്രധാന റോളുണ്ട്. അത് 1744 മുതൽ തുടങ്ങി 1815 ആകുമ്പോഴത്തേക്ക് ഉസ്മാനി സുൽത്താൻ്റെ നേതൃത്വത്തിൽ അവരെ ഇല്ലാതാക്കുന്നതാണ്. അങ്ങനെ അവർ ഇല്ലാതാക്കാനുള്ള ചില മതപരമായ കാരണങ്ങളുണ്ട്. കാരണം ഈ സലഫി മൂവ്മെൻറ്റുകൾ ഷിഈ വിഭാഗത്തോടും സൂഫി ദർഗകളോടും ശക്തമായ ഒരു പ്രതിരോധപരമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്.
ആ പ്രദേശങ്ങളെല്ലാം ഉസ്മാനിയ സൽത്തനത്തിൻ്റെ കീഴിലായിരുന്നത് കൊണ്ട് ഒരു ആഭ്യന്തര ഫിത്തിനയായി പ്രശ്നമായിട്ടാണ് സൽത്തനത്ത് ഖിലാഫത്ത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം പാഷ, മുഹമ്മദ് അലി പാഷ എന്ന് പറയുന്ന പ്രമുഖരായ ഈജിപ്ഷ്യൻ ഗവർണർമാരുടെ സഹായത്തോടു കൂടി 1815 അവരെ ഇല്ലാതാക്കുന്നതാണ്. പക്ഷേ ഈ സൗദ് ഫാമിലി, ആല് സൗദ് എന്ന് പറയുന്ന ഫാമിലിയും ആല് ഷേഖ്, അതായത് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഫാമിലിയും അവർ വീണ്ടും വളരുകയും അത് 1875 അവർ ശക്തമാവുകയും ചെയ്തു. വീണ്ടും സൽത്തനത്ത് തന്നെ അവർ ഇല്ലാതാക്കുന്നു. പക്ഷേ അവർ ഒരു ആശയം എന്ന നിലയിൽ സലഫി പ്രസ്ഥാനം ശക്തമാവുന്നതും ഇന്നത്തെ കുവൈത്ത്, ഹിജാസിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ വളരുകയും അങ്ങനെ 1932 ഇന്നുള്ള അബ്ദുള്ള രാജാവിൻ്റെ പിതാവ് കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദ്, അദ്ദേഹം 1932 സൗദി ഡൈനാസ്റ്റിയുടെ സ്ഥാപനം പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് സൗദി അറേബ്യ, ഇന്നത്തെ അൽ മംലക്കത്ത് സൗദി അൽ അറേബ്യ എന്ന് വിളിക്കപ്പെടുന്ന സൗദി അറേബ്യ സ്ഥാപിക്കപ്പെടുന്നത്. സൗദി അറേബ്യയുടെ രൂപീകരണം ഒരുപക്ഷെ ലോകവ്യാപകമായി എല്ലായിടത്തും വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഒരു ഐഡിയോളജിക്കലായ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് സൗദി അറേബ്യയുടെ രൂപീകരണം. അതിൻ്റെ ഇടയിൽ തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അറബ് റിവോൾട്ട് എന്ന് കേട്ടിട്ടുണ്ടാവണം. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാണിച്ചൊരു നയനിലപാടാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ വിഭജിച്ച് ഭരിക്കുക, പരസ്പരം തല്ലുകയും ഭരിക്കുക എന്ന് പറയുന്ന അതേ സമീപനം അറബ് ലോകത്ത് ബ്രിട്ടീഷുകാരും സ്വീകരിച്ചിരുന്നു. 2 ഏജൻറ്റുമാരെയാണ് അറബ് ഭാഗത്തേക്ക് അവർ നിയോഗിച്ചത്. ഒന്ന് ലോറൻസ് ഓഫ് അറേബ്യ, രണ്ടാമത് ഷേക്സ്പിയർ. ഈ ലോറൻസ് ഓഫ് അറേബ്യ ഷെരീഫ് ഹുസൈൻ്റെ, ഉസ്മാനി ഗവർണറായിരുന്ന, ഹിജാസിലെ ഗവർണറായിരുന്ന ഷെരീഫ് ഹുസൈൻ്റെ പ്രധാന അഡ്വൈസറായി മാറുന്നു. ഷേക്സ്പിയർ എന്ന് പറയുന്നത് കിങ് അബ്ദുൽ അസീസിൻ്റെ പ്രധാന അഡ്വൈസറായി മാറുന്നു. ഇവർ തമ്മിലുള്ള അടി സംഭവിക്കുന്നതോടുകൂടി, യുദ്ധം സംഭവിക്കുന്നതോടുകൂടി ആ പ്രദേശത്തിലെ മുസ്ലിം ആധിപത്യം ഇല്ലാതാവുന്നു. അങ്ങോട്ട് യൂറോപ്യൻ ശക്തികളുടെ വരവിനെ വളരെ എളുപ്പമാക്കി മാറ്റുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് 1800-കളിൽ നെപ്പോളിയൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഈജിപ്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് മറ്റ് ചില അധികാര ശക്തികളും, അതായത് ഇറ്റാലി, ഫ്രഞ്ച് അടക്കമുള്ള യൂറോപ്യൻ ശക്തികളും ജർമ്മനി അടക്കമുള്ള ഭാഗങ്ങളും പതുക്കെ അറേബ്യൻ നാടുകളിലേക്കും ഷാം, ഫലസ്തീൻ, ലെബനാൻ, ജോർദാൻ, സിറിയൻ ഭാഗങ്ങളിലേക്കും പതുക്കെ തന്നെ 1800-കളുടെയും 900-ൻ്റെ തുടക്കത്തിലും പതുക്കെ ആ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും കാരണമായത്. ബ്രിട്ടീഷുകാർ 1920-കളിൽ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ് പ്രഖ്യാപിക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങൾ, ഇന്ന് നമ്മൾ ഫലസ്തീൻ കാണുന്ന പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തമായി മാറ്റുന്നു. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോഴും ഖിലാഫത്ത് എന്ന പേരിൽ ഉസ്മാനിയ ഖിലാഫത്ത് ബാക്കിയാണ്. പക്ഷേ 1909 സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന് സയോണിസ്റ്റുകളുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും ജർമ്മൻ, ഇറ്റാലിയൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി യുവതുർക്കികൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഉസ്മാനി ഖിലാഫത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ ശക്തനായ ഉസ്മാനി ഖലീഫ. അതിനൊരു പ്രധാന കാരണം സയോണിസം തന്നെയാണ്. അതായത് ഇന്നത്തെ ഇസ്രായേലി സ്ഥാപകന്മാരായ നേതാക്കന്മാർ തന്നെ. സയോണിസത്തിൻ്റെ സ്ഥാപകനാണ് തിയോഡർ ഹെർസൽ. അദ്ദേഹം ഒരിക്കൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ അദ്ദേഹത്തിൻ്റെ ദർബാറിൽ കാണാൻ വരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഫലസ്തീനിൽ ഞങ്ങൾക്ക് യഹൂദന്മാർക്ക് താമസിക്കാൻ ഭൂമി തരണം. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഓൾറെഡി തന്നെ ഇവിടെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന പ്രദേശമാണ്. പക്ഷേ നിങ്ങളെ ലക്ഷ്യം നമുക്ക് നന്നായിട്ടറിയാം. ഇത് ഫലസ്തീൻ എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ്. അതെങ്ങനെ മറ്റുള്ളവർക്ക് വിൽക്കാനുള്ളതല്ല. ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ മറുപടിയാണ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പ്രധാന കാരണം. യഥാർത്ഥത്തിൽ അതോടുകൂടി ഉസ്മാനി ഖിലാഫത്തിൻ്റെ പതനം തുടങ്ങുകയും ചെയ്യുന്നു. ബാക്കി പിന്നീട് വന്നവരെല്ലാവരും പാവകളായ ഖലീഫമാർ മാത്രമാണ്. യുവതുർക്കികൾ പിന്നീട് എന്താണ് ചെയ്തത്? സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഈ സയോണിസ്റ്റുകളുടെ സഹായത്തോടു കൂടി ഫലസ്തീൻ പ്രദേശങ്ങൾ വാങ്ങുന്നതിൽ നിന്നൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി തടഞ്ഞു വെച്ചിരുന്നു. യുവതുർക്കികൾ
അത് ആ നിയമങ്ങളൊക്കെ മാറ്റുകയും സയോണിസ്റ്റുകൾക്ക് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ആ തുറന്നിട്ട് കൊടുക്കുകയും അതോടുകൂടി സംഭവിച്ചതാണ് ആലിയ എന്ന പേരിൽ ജൂയിഷ് മൈഗ്രേഷൻ്റെ തുടക്കമിടുന്നത്. ആലിയ എന്നാണ് അതറിയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് പോലും ഈ മൈഗ്രേഷൻ്റെ ഭാഗമായി 1900കളുടെ തുടക്കങ്ങളിൽ ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചവരുണ്ട്. ഈ പോയവരൊക്കെയും സ്വന്തം വീട്ടിലേക്കല്ല പോകുന്നത്. ആ പോകുന്നവരൊക്കെയും ആരുടെയോ ഏതെയോ പാവത്തിൻ്റെ വീടുകളിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇത് വളരെ ഒരു അത്ഭുതകരമായ എന്നാൽ വളരെ വിഷമകരമായ ഒരു സംഭവം കൂടിയിട്ടായിരുന്നു. ഇന്ന് വളരെ ഫേമസ് ആയ 1-2 സെലിബ്രിറ്റികളാണ് അമേരിക്കയിൽ. ലൈല ഹദ്ദാദ് എന്നൊക്കെ പഠിക്കുന്ന 2-3 ഫാമിലിയാണ്. അവരുടെ പിതാവ് യൂസുഫ് ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, യൂസുഫ് ഹദ്ദാദ് അദ്ദേഹം പറയുന്ന സംഭവം, എൻ്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് യൂറോപ്പിൻ്റെ ഏതോ ഭാഗത്ത് ചില ജൂയിഷ് മൈഗ്രൻ്റുകൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ചോദിച്ചു, കുറച്ച് നാൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടേ എന്ന് അവർ അന്വേഷിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഇവരുടെ ഉമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ നിന്നോളൂ, ഞാൻ എൻ്റെ പ്രസവത്തിനായി എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോവുകയാണ്, തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ മാറി തന്നോളൂ എന്ന രീതിയിൽ പറഞ്ഞ് വീട് ഒഴിഞ്ഞു കൊടുത്തു. അവർ പോയി. പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് വീട് മാറി തരാൻ പോകുമ്പോൾ അവർ തിരിച്ചു വയ്ക്കുന്നത് അതിന് നിങ്ങളാരാണ് എന്നതാണ്. ഈ രീതിയിലാണ് ഒന്നുകിൽ അടിച്ചോടിച്ചിട്ട് ഭൂമി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരെ കുടുക്ക് ബുദ്ധിയിൽ ഉപയോഗിച്ചുകൊണ്ട് പൈസ കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വഞ്ചിച്ചുകൊണ്ട് വീണ്ടെടുക്കുക. ഈ തരത്തിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർ പോലും ഫലസ്തീനികളിൽ അവിടെ കുടിയേറിയത്. ആരുടെയോ ഭൂമിയിൽ, ആരുടെയോ മണ്ണിൽ, ആരുടെയോ വീടിൽ സ്വന്തം വീടാക്കി മാറ്റുന്നൊരവസ്ഥ, അതാണ് ഇന്ന് ഫലസ്തീനിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കുരിശുയുദ്ധ കാലം മുതൽ ഇന്ന് വരെയും ഫലസ്തീനികളുടെ രക്തച്ചൊരിച്ചിലുകൾ നേരിട്ട് കണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയമില്ലാതെ അറബ് രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, തൂഫാനുൽ അഖ്സ എന്ന പേരിൽ നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുള്ള 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ നിന്ന് ഒരു ഓപ്പറേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പേര് തൂഫാനുൽ അഖ്സ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് അറബ് ലോകത്തെ വലിയ മാറ്റങ്ങളിലേക്ക് വരുത്തി. തൊട്ട് മുമ്പത്തെ ആഴ്ച വരെ സൗദി അറേബ്യ ഇസ്രായേലുമായി ഒരുപാട് ബയലറ്ററൽ റിലേഷൻ, ഉഭയകക്ഷി ബന്ധങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ തൂഫാനുൽ അഖ്സ ഓപ്പറേഷൻ സംഭവിച്ചതോടുകൂടി ആ ബന്ധം സൗദി അറേബ്യയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. വീണ്ടും എല്ലാവരും മറന്ന ഫലസ്തീൻ എന്നത് അറബ് രാഷ്ട്രീയ ഭൂപടത്തിലെ പ്രധാന സെൻ്ററായി മാറി. ഇന്ന് ഫലസ്തീനെ അവഗണിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് പോലും മാറി. അതിന് മറ്റൊരു ചരിത്ര പശ്ചാത്തലവും കൂടിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷം ഫലസ്തീനിന് വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1949 മുതൽ 1973 വരെയെങ്കിലും ഏകദേശം എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ പൊരുതിയ, ഫലസ്തീനികൾക്ക് വേണ്ടി പൊരുതിയ ഒരു ചരിത്രവും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. 1949 യുദ്ധം ചെയ്യുന്നു, അറബികൾ പരാജയപ്പെടുന്നു. 1956 ജമാൽ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്നു, അതും പരാജയപ്പെടുന്നു. 1967 യുദ്ധം ചെയ്യുന്നു, അതും പരാജയപ്പെടുന്നു. 73 യുദ്ധം ചെയ്യുന്നു, അതും പരാജയപ്പെടുന്നു. ഞാൻ പറഞ്ഞത് ഈ യുദ്ധങ്ങളിലെല്ലാം ഏകദേശം എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഒന്നിച്ചായിരുന്നു. എന്നാൽ 1979-80 അടുത്തേക്ക് എത്തുമ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾ പതുക്കെ പിന്നോട്ടാവുകയും ഫലസ്തീനികളുടെ അവകാശം അവർ മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് ഉണ്ടാവുകയും അൻവർ സാദാത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. അതായത് ഫലസ്തീനികളുടെ അവകാശം അടിയറ വെക്കുകയും ഇസ്രായേലിനോടൊപ്പം അമേരിക്കയ്ക്കൊപ്പം അവരുടെ താല്പര്യം വഴങ്ങുകയും ചെയ്തതുകൊണ്ട് അൻവർ സാദാത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നു. ആലോചിച്ച് നോക്കുക. അതോടുകൂടി ഫലസ്തീനുകൾ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 1987 ഫലസ്തീനികൾ സ്വന്തമായി തന്നെ ഒരു റവല്യൂഷന് തയ്യാറാവുന്നത്. അതിനാണ് ഫസ്റ്റ് ഇൻതിഫാദ, ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. 1987 വീണ്ടും ഫലസ്തീൻ എന്ന് പറയുന്നത് മുഴുവൻ അറബ് രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രധാന കേന്ദ്രമായി മാറുന്നു. അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത് 2000-ലാണ്. രണ്ടാമത്തെ ഇൻതിഫാദ എന്ന പേര്. ഈ ഇൻതിഫാദ എന്ന പേരിൽ രക്തം കൊടുത്തും
അതായത് രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടും എന്തുകൊണ്ടാണ് ഫലസ്തീനികൾ ഇത് പൊരുതുന്നത്? ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഒരു ഫലസ്തീനികളുടെ മാത്രമല്ല, അതിന് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട്. ഒരേപോലെ അതൊരു അറബ് കോസാണ്, അറബ് വിഷയമാണ്. അതുപോലെ അതൊരു ഫലസ്തീനി വിഷയമാണ്. അതുപോലെ അതൊരു പ്രദേശത്തിൻ്റെ ഒരു റീജിയണൽ വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുസ്ലിം വിഷയം കൂടിയാണ്. ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം തങ്ങളുടെ താല്പര്യത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും ഇത് ഫലസ്തീനി വിഷയമായി മാത്രം അവശേഷിക്കുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഫലസ്തീനികൾ ജനങ്ങളെ തങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിനിടയിലാണ് അറബ് സ്പ്രിങ് സംഭവിക്കുന്നത്. അറബ് സ്പ്രിങ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ അറബികൾ ബുദ്ധിയുള്ളവരാണ്, അറബികൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നവരാണ് എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ടാക്കി കൊടുത്തു. സാധാരണ യൂറോപ്യൻ ഇമാജിനേഷനിൽ അറബികളെന്ന് പറയുന്നത് നല്ല ശുദ്ധമായ ബുദ്ധിയുള്ള, ഉപയോഗിക്കാത്ത തലച്ചോറുള്ള ആൾക്കാർ എന്ന രീതിയിലായിരുന്നു കാരിക്കേച്ചറുകളും കാർട്ടൂണുകളും പോലും ഉണ്ടാക്കി വെച്ചത്. അറബ് തലച്ചോറെന്ന് പറയുന്നത് ഒരിക്കലും ഉപയോഗിക്കാത്തൊരു തലച്ചോറായിട്ടാണ് അവർ കണ്ടത്. ഭരണാധികാരികളെ അവരുടെ വെറും റാൻ മൂടുന്ന, അവരുടെ വാക്കുകൾ മാത്രം സംസാരിക്കുകയും ഭരണത്തോട് എന്ത് ചെയ്താലും അത് അടിയറ വെക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് അറബികളെ കണ്ടത്. അതിനൊരു മാറ്റം സംഭവിക്കുന്നത് 2011 അറബ് സ്പ്രിങ് അല്ലെങ്കിൽ അറബ് വസന്തം എന്ന പേരിൽ തുടങ്ങുന്ന പ്രക്ഷോഭത്തോട് കൂടിയിട്ടാണ്. അത് ടുണീഷ്യയിലാണ് തുടങ്ങുന്നത്. ടുണീഷ്യയിൽ അബ്ദുൽ അസീസ് ബുയസീദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ വെണ്ടർ, സ്ട്രീറ്റ് കച്ചവടക്കാരനാണ്. പലവട്ടം പോലീസുകാരുടെ അക്രമം നേരിട്ടിട്ടും കൈക്കൂലി കൊടുത്തിട്ടും കഴിഞ്ഞു പോകുന്ന ആൾ സഹിക്കവയ്യാതെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന സംഭവത്തോടു കൂടിയിട്ടാണ് അറബ് സ്പ്രിങ്ങിൻ്റെ തുടക്കം 2011 തുനീഷ്യയിൽ തുടക്കമിടുന്നത്. അതിന് തുനീഷ്യയിൽ വലിയ മാറ്റങ്ങൾ കാരണമായി. അവിടെ മുല്ലപ്പൂ വിപ്ലവം എന്നാണ് അത് അറിയപ്പെട്ടത്. ജാസ്മിൻ റവല്യൂഷൻ എന്നാണ് തുനീഷ്യയിൽ അതറിയപ്പെട്ടത്. അത് മാറ്റുകയും അവിടെ 30 വർഷക്കാലം അധികാരിയായിരുന്ന ഗുർഹബീബയുടെയും സൈനുലാബ്ദീനെയും മാറ്റുകയും, അതായത് സോഷ്യലിസ്റ്റ് ഭരണകൂട നേതാവായിരുന്ന അദ്ദേഹത്തെ മാറ്റുകയും ഇലക്ഷൻ സംഭവിക്കുകയും 20 വർഷക്കാലമായി ബാൻ ചെയ്യപ്പെട്ട അൽ-അഹദ പാർട്ടി എന്ന് പറയുന്ന റാഷിദ് ഗന്നൂഷിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിലേറുകയും ചെയ്യുന്നത് കാണാം. അതായത് നീണ്ട 30 വർഷത്തോളമുള്ള ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് മാറ്റം സംഭവിക്കുകയും മറ്റൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അവിടെ വിജയത്തിലേറുകയും ചെയ്യുന്നു. ഇത് പിന്നീട് ഡൊമിനോ എഫക്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നോ ഡൊമിനോ എഫക്റ്റ് എന്നോ ആണ് ഇതിനെ വിളിക്കുക. ഒരു പ്രദേശത്തു നിന്നുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് മറ്റു ഭാഗത്തേക്ക് പടർന്നു പോവുകയും അത് നേരെ ഈജിപ്തിലേക്കാണ് എത്തുന്നത്. ഈജിപ്തിൻ്റെ അവസ്ഥ 1981 അവിടുത്തെ ഭരണാധികാരി, ഞാൻ നേരത്തെ പറഞ്ഞ അൻവർ സാദാത്ത്, ഇസ്രായേലുമായി സന്ധി ചെയ്തതിൻ്റെ പേരിൽ സൈനിക പരേഡിനെതിരെ ഒരു സൈനികൻ വധിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് 81 ഹുസ്നി മുബാറക്കാണ് ഈജിപ്തിൽ. ഹുസ്നി മുബാറക്ക് 1981 മുതൽ 2011 വരെയും ഹുസ്നി മുബാറക്ക് ഭരിക്കുന്ന നീണ്ട 30 വർഷത്തിൻ്റെ ഭരണം, അതേ അതോറിറ്റേറിയൻ നിലപാടും സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു ഹുസ്നി മുബാറക്കും കൊണ്ടു നടന്നത്. അതിനെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഹുസ്നി മുബാറക്ക് താഴെ ഇറങ്ങേണ്ടി വരികയും പിന്നീട് ഇഖ്വാൻ മുസ്ലിമിൻ്റെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് മുർസി പ്രസിഡൻ്റാവുന്ന പുതിയ ഭരണകൂടം അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. അതായത് ഒരു ഭാഗത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ 1950-കൾക്ക് ശേഷം അറേബ്യൻ നാടുകളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്ന് അറബ് നാടുകൾ വിഘടിക്കപ്പെടുകയും ആ ഭാഗങ്ങളിൽ ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന കക്ഷികളായി നിന്നത് അറബ് മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളായിരുന്നു. ഈജിപ്തിലെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന മിഷേൽ അഫ്ലക്കിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് സിറിയയിൽ നിന്ന് തുടങ്ങി, സിറിയയിലെ നേതാവായിരുന്നു അദ്ദേഹം, സിറിയയിൽ നിന്ന് തുടങ്ങി അറബ് നാടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും അറബ് സോഷ്യലിസം വ്യാപിക്കുകയുണ്ടായി. ജമാൽ അബ്ദുൽ നാസർ അറബ് സോഷ്യലിസ്റ്റ് ആയിരുന്നു. അതിൻ്റെ പിന്നീട് നാസറിസം എന്നാണ് അത് പിന്നീട് അറിയപ്പെട്ടത്. അതേസമയം ബുർഗൈബ, പിന്നീട് സൈനുലാബ്ദീൻ, ടുണീഷ്യയുടെ നേതൃത്വത്തിൽ അവർ ബഹസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അറബ് സോഷ്യലിസ്റ്റുകളായിരുന്നു. സദ്ദാം ഹുസൈൻ 1960-70 ശേഷം അധികാരത്തിൽ വന്ന സദ്ദാം ഹുസൈൻ, അദ്ദേഹവും ബഹസ് പാർട്ടിയുടെ സോഷ്യലിസ്റ്റായ നേതാവായിരുന്നു.
അതുപോലെ തന്നെ ഫലസ്തീനിലെ ഒരുപാട് വിപ്ലവ പാർട്ടികൾ രൂപപ്പെട്ടു. ഫതഹ് പാർട്ടി, PLOയുടെ നേതൃത്വത്തിലുള്ള PLO എന്ന് പറയുന്നത് അവിടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരുപാട് ഫലസ്തീനി വിപ്ലവ പാർട്ടികളുടെ ഒരു അംബ്രല്ല. അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഫതഹായിരുന്നു. ഫതഹിൻ്റെ നേതൃത്വം യാസർ അറഫാത്തിനായിരുന്നു. അദ്ദേഹവും ഫലസ്തീനി നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞത് 50കൾക്ക് ശേഷം അറബ് രാഷ്ട്രീയത്തെ പ്രധാനമായും നേതൃത്വം വഹിച്ചിരുന്നത് സോഷ്യലിസ്റ്റുകളായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ജനങ്ങളുടെ സമത്വത്തിനും സമഭാവനയ്ക്കും വേണ്ടി രൂപപ്പെട്ട സോഷ്യലിസം എന്ന് പറയുന്ന ആശയം അത് പേറിയ പാർട്ടികൾ പിന്നീട് അവിടുത്തെ ഏറ്റവും വലിയ ഏകാധിപതികളായി മാറുകയും അതിന് ഒരു പ്രതിവിധിയായി ജനങ്ങൾ കണ്ടത് മുസ്ലിം പാർട്ടികളെയായിരുന്നു എന്നതാണ്. അത് പക്ഷേ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഏറ്റവും നല്ല വെല്ലുവിളി രൂപപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ തുനീഷ്യയിൽ അവിടെ അൽ-നഹ്ദ വിജയിക്കുന്നത് ഇഖ്വാൻ മുസ്ലിമൂൻ്റെ ഒരു പാർട്ടിയാണ് അൽ-നഹ്ദ. അതുപോലെ തന്നെ ഈജിപ്തിലും ഇഖ്വാൻ മുസ്ലിം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അവിടെയും ജയിക്കുന്നത്. അതുപോലുള്ള ചുറ്റുപാടുള്ള പ്രദേശത്തും ഇതുപോലെ തന്നെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഇടയിലാണ് 2014 സിറിയൻ ഭാഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സിറിയയിലേക്കും അറബ് സ്പ്രിങ്ങിൻ്റെ ആന്തോളനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ പക്ഷേ സിറിയയുടെ രാഷ്ട്രീയം കുറച്ച് വ്യത്യസ്തമായിരുന്നു. സിറിയയിലുള്ളത് ബഷാർ അൽ അസദാണ്. അദ്ദേഹവും ബാസ് പാർട്ടിയുടെ സോഷ്യലിസ്റ്റായ നേതാവാണ്. സിറിയയെ സഹായിക്കാൻ ഒരു ഭാഗത്ത് ഇറാനുണ്ട്, മറ്റൊരു ഭാഗത്ത് റഷ്യയും ചൈനയും ഉണ്ട്. അവർ അറബികളല്ല. എന്നാൽ അമേരിക്കൻ ഇസ്രായേലി വിരുദ്ധത എന്ന ചേരിയിലുള്ളത് കൊണ്ട് ഒരു ഭാഗത്തു നിന്ന് റഷ്യയും ചൈനയും സിറിയയെ സഹായിക്കുന്നു. അതേസമയം തന്നെ ഇറാൻ അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ളത് കൊണ്ട് അമേരിക്കൻ വിരുദ്ധത ഇസ്രായേലി വിരുദ്ധ നിലപാടുള്ള ബഷാർ അൽ അസദിനെ ഇറാനും സഹായിക്കുന്നു. ഇസ്രായേലി വിരുദ്ധ നിലപാട് ബഷാർ അൽ അസദിൽ ഉള്ളതുകൊണ്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഷീഈ മൂവ്മെൻറ്റ്, ലെബനാനിലെ മൂവ്മെൻറ്റ്, അവരും സിറിയയെ സഹായിക്കുന്നു. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സിറിയയിലുണ്ടായ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായി അടിച്ചമർത്തപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് 2024-25 വലിയ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവുകയും ഈ ഭരണകൂടങ്ങൾക്ക് തന്നെ ഒരുപാട് മിലിറ്ററി മൂവ്മെൻറ്റുകൾ ഒന്നിക്കുകയും അഹമ്മദ് ഷറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂലാനി എന്ന പേരുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ ഒരുമിക്കുകയും അങ്ങനെ ബഷാർ അൽ അസദിന് അധികാരമൊഴിയേണ്ടി വരികയും ചെയ്തു. ഇതാണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം. സിറിയയുടെ മാറ്റം ലോകത്തിലെ പ്രധാന മാറ്റങ്ങളുള്ളതാണ്. കാരണം സിറിയയിൽ വരുന്ന മാറ്റം അത് ഇസ്രായേലിൽ മാറ്റമുണ്ടാകും. സിറിയയിൽ വന്ന മാറ്റത്തിൻ്റെ പ്രധാന മാസ്റ്റർ മൈൻഡ് തുർക്കിയായിരുന്നു. തുർക്കി ഒരു അറബ് രാഷ്ട്രമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് തുർക്കി അറബ് രാഷ്ട്രമായ സിറിയയിൽ ഇടപെടുന്നത്? കാരണം ISS എന്ന് പറയുന്ന നിഗൂഢ തീവ്രവാദ മൂവ്മെൻറ്റ്, ഞാൻ നിഗൂഢ തീവ്രവാദ മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയും. കാരണം ആരാണ് അതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നുള്ളത് പല ചർച്ചകളുമുള്ളതാണ്. അവർ രൂപപ്പെട്ടതിന് ശേഷം സിറിയയിലുണ്ടാവുന്ന വിവിധ ശക്തികൾ വിവിധ ഗ്രൂപ്പുകളാവുകയും അവിടുന്ന് 3.5 മില്യൺ മനുഷ്യന്മാർ സിറിയക്കാർ തുർക്കിയിലേക്ക് അഭയം തേടുകയുണ്ടായി. ഈ തുർക്കിയിൽ വന്ന ഈ വൻ ജനപ്രവാഹം തുർക്കിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവിടെ 2001 മുതൽ ഈ 25 വരെ ഭരിക്കുന്ന AK പാർട്ടിയുടെ കഴിഞ്ഞ 2 ഇലക്ഷനിൽ, അതായത് അങ്കാറയിലും ഇസ്താംബുൾ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സിറിയൻ അഭയാർത്ഥികളായിരുന്നു. സിറിയൻ അഭയാർത്ഥിക്കെതിരെയുള്ള കുടിയേറ്റ വിരുദ്ധത ശക്തമാവുകയും അത് AK പാർട്ടി ഭരണകൂടത്തിന് ശക്തമായ വെല്ലുവിളിയാവുകയും അവർ ഇലക്ഷനിൽ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തുർക്കിക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവിടൽ അനിവാര്യമായി വന്നു. തുർക്കി എന്ത് ചെയ്തു? സിറിയയിലുണ്ടായ വിപ്ലവത്തിൻ്റെ പ്രധാന മാസ്റ്റർ മൈൻഡ് തുർക്കിയായി മാറിയത് അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഈ സിറിയക്കാർ പ്രശ്നമുണ്ടാക്കിയതും കൊണ്ടുകൂടിയിട്ടാണ്. ഇങ്ങനെ സിറിയയുടെ പ്രശ്നം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഫലസ്തീൻ മറ്റൊരു പ്രശ്നമാവുന്നു. ഇപ്പോൾ ബാക്കിയുള്ള ഈജിപ്റ്റ് അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ അവർക്കിടയിലും ഇതുപോലെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നൊരു ഭയപ്പാടിനോടാണ്. ഈ അറബ് രാഷ്ട്രങ്ങൾ നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് 1950-കൾക്ക് ശേഷം, പ്രത്യേകം പറയുന്നത് 1970-കൾക്ക് ശേഷം എക്കണോമിക് ബൂം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ശക്തമായി. ഓയിൽ കണ്ടെത്തി. ഇവിടുന്ന് കൂട്ടപ്രവാഹം ഗൾഫ് നാടുകളിലേക്കുണ്ടായി.
ഈ ഗൾഫിലുള്ള നമ്മളുടെ തന്നെ കുടുംബക്കാരായ ആൾക്കാർ അവിടെ എത്തുകയും അതിലൂടെ ഉണ്ടാകുന്ന ഗൾഫ് മണി റെമിറ്റൻസിലൂടെ കേരളത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലുള്ള വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ അവബോധം വർദ്ധിക്കുന്നതിലും ഈ ബൈലറ്ററൽ ഉഭയകക്ഷി ബന്ധവും ഗൾഫ് പണവും വലിയ റോള് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, അത് മുസ്ലിം സംഘടനകളാവട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, എല്ലാവരുടെയും പ്രധാന ഫണ്ടിങ് ഏജൻസി എന്നുള്ളത് ഗൾഫിലെ നമ്മുടെ പ്രവാസികളായി മാറുകയും ചെയ്തു. അത്രത്തോളം നമ്മുടെ കേരളത്തിൽ തന്നെ ആഭ്യന്തര, മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ഗൾഫ് ഒരു വലിയ റോൾ ആയി മാറിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം അവിടെ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും കേരളത്തിലെ പോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും ബാധിക്കുമെന്നും കൂടി അറിയണം. അതിലൊരു ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടാണ് അവിടെയുള്ള ജോലികളുടെ ദേശീയവൽക്കരണം. അവിടെയുള്ള എല്ലാ സ്റ്റേറ്റുകളും, ഗൾഫ് GCC നാടുകളും ജോലിയെയും അവിടുത്തെ എല്ലാ കാര്യത്തെയും ദേശീയവൽക്കരിക്കുന്നതോടുകൂടി നമ്മുടെ മലയാളികളായ പല ആൾക്കാരും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതായത് അറബ് രാഷ്ട്രത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ വീടകങ്ങളിൽ പോലും അത് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം അറബ് രാഷ്ട്രങ്ങളുടെ ഈ ഒരു രാഷ്ട്രീയ, സാമൂഹിക മാറ്റങ്ങളൊക്കെയും നമ്മുടെ തന്നെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.